ഹായ് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഹൈറച്ചിക്കാരുടെ ഒക്കെ ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ കേസ് ഡിസ്പോസ്ഡ് ആണോ ഡിസ്മിസ്ഡ് ആണോ എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു കോടതി കാര്യങ്ങളുമൊക്കെ നോക്കുന്നവർക്ക് അറിയാം, രണ്ട് തരത്തിലുള്ള കേസുകൾ മാത്രമേ നിലവിലുള്ളൂ. ഒന്ന് അത് പെൻഡിങ് ആയിട്ടുള്ള കേസുകളും മറ്റേത് ഡിസ്പോസ്ഡ് ആയിട്ടുള്ള കേസുകളും. നമുക്കിപ്പോൾ നമ്മുടെ കേസിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻ തന്നെ കൊടുക്കുന്നത് പെൻഡിങ് ആണോ ഡിസ്പോസ്ഡ് ആണോ എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ കേസിനെ കുറിച്ച് ഹൈറച്ച് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്ത ആ ഒരു കേസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നത് ഡിസ്മിസ്ഡ് എന്നാണ്. ഡിസ്പോസ്ഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്മിസ്ഡ് ആണ്. ഈ കേസ് തീർന്നു, അത് ഡിസ്പോസ്ഡ് ആക്കി. ഡിസ്പോസ്ഡ് ടൈപ്പ് ഏതാണ്? അത് ഡിസ്മിസ്ഡ് ആണ്. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിൽ പോയി തന്നെ അതാ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡിസ്പോസ്ഡ് ടൈപ്പ് ഏതാണ്, ഏത് വിധത്തിലാണ് ഈ കേസ് ഡിസ്പോസ്ഡ് ആക്കിയിരിക്കുന്നത്? അത് ഡിസ്മിസ്ഡ് ആക്കിയിട്ടാണ്. ഡിസ്മിസ്ഡിൻ്റെ മലയാളം ഇനി ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ വേറെ ഒരു സ്ഥലത്തും കൂടി ഇതിൻ്റെ കാര്യങ്ങൾ കാണും നമുക്ക്. അതെവിടെയാണ്? ഞാനിവിടെ കണ്ടല്ലോ, മെമ്മോ അല്ല, ലിസ്റ്റിംഗ് ഡേറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസമാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ അവിടെ റിമാർക്സ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേസ് അല്ലെങ്കിൽ പോസ്റ്റഡ് ഫോർ ഇത്രാം തീയതി അങ്ങനെയൊക്കെ കാണിക്കുന്ന ലിസ്റ്റഡ് ഡേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയും ഡിസ്മിസ്ഡ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേസിൻ്റെ ഡേറ്റ് 30/9 മിസലേനിയസ് റെഗുലർ മിസലേനിയസ് ആണ്. സ്റ്റേജ് ഫ്രഷ് ആണ്. പർപ്പസ് മെൻഷൻ മെമ്മോ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, വേഗം കേസ് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ല, ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൗണ്ടർ അഫിഡവിറ്റ് ഒന്നും കൊടുക്കാനുള്ള സൗകര്യമില്ല. നമ്മൾ 198 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഒരു ഹൈക്കോടതി നമ്മളോട് കൗണ്ടർ അഫിഡവിറ്റ് ചോദിക്കുന്നു. അപ്പോൾ അവരോട് പറഞ്ഞേക്ക് ഒരു മെമ്മോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരോട് കൗണ്ടർ അഫിഡവിറ്റ് ഒന്നും ചോദിക്കേണ്ട. ഇവർക്ക് കമ്പനി തുറന്നു കൊടുക്കാനുള്ള അനുവാദം കൊടുക്കണം, വേഗം ഒരു വിധി എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ജഡ്ജിൻ്റെ ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് അഭയ് എസ് ഓക്കെ ആൻഡ് ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാഷി. റിമാർക്സിലാണ് കാര്യം. റിമാർക്സ് ഡിസ്മിസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് സംഭവങ്ങൾ കിട്ടിയാൽ മതി നമുക്ക്. നമ്മളിപ്പോൾ കോടതിയിൽ പോയിട്ട് കേൾക്കുവോ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ വെബ്സൈറ്റിൽ സംഭവം റെഡിയാണ്. വല്ലാത്തൊരു കുടുക്കിലാണ് നമ്മുടെ ഹയർ ചോളികളെ ലീഡർമാരും ഒക്കെ പെട്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഹയർച്ചൊക്കെ നിർത്തിയിട്ട് മറ്റു തട്ടിപ്പുകൾ നടത്തുന്ന ലീഡർമാർക്കൊക്കെ വളരെ സന്തോഷത്തിലായിരിക്കും. എന്തായാലും അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ബേജാറില്ല, അല്ലേ? ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഗിമിക്കുകളുടെ അനന്തരഫലങ്ങളൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ ഏതാണ് കേസ് ഡിസ്പോസ്ഡ് ആക്കി, എങ്ങനെ ഡിസ്പോസ്ഡ് ആക്കി, ഡിസ്മിസ് ആക്കി, ഡിസ്പോസ്ഡ് ആക്കി. ഓക്കെ, ബൈ.